15 ദിവസം 10 കോടി വിലയുള്ള ലഹരി പിടിച്ചു. 2778 അറസ്റ്റ്. കേന്ദ്ര ഏജൻസികൾ അഭിനന്ദിച്ചു ഓപ്പറേഷൻ തൂഫാനെ. ഓപ്പറേഷൻ തൂഫാൻ പാൻ ഇന്ത്യൻ ആകുന്നു. നമ്മുടെ സ്വന്തം ലാലേട്ടൻ തൂഫാൻ വാറിയറായി ചേർന്നു. യഥാർത്ഥത്തിൽ ശ്രീ രമേശ് ചെന്നിത്തല ഓരോ ദിവസവും കേരള സമൂഹത്തെ ഒന്നിപ്പിക്കുക. കേരളത്തിൽ എല്ലാവർക്കും ഒരേ അഭിപ്രായമുള്ള, അല്ലെങ്കിൽ 99% ആൾക്കാർക്കും ഒരേ അഭിപ്രായമുള്ള എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ അത് ഓപ്പറേഷൻ തൂഫാനാണ്. ശ്രീ വി ഡി സതീശൻ സർക്കാരിൻ്റെ ഏറ്റവും മികച്ച പ്രോജക്റ്റ് അത് ശ്രീ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ വളരെ വ്യാപകമായി നടക്കുന്നു. അതിൻ്റെ ധാരാളം കണക്കുകളും മറ്റുമാണ്. എന്തായാലും വളരെ സന്തോഷം തോന്നിയത് നമ്മുടെ സ്വന്തം ലാലേട്ടൻ ഓപ്പറേഷൻ തൂഫാനിൽ ലാലേട്ടൻ ഒരു തൂഫാൻ വാറിയറായി ചേർന്നു. ഇന്ന് ശ്രീ രമേശ് ചെന്നിത്തലാജി അതിന്റെ ഡീറ്റെയിൽസ് അടക്കമുള്ള കാര്യങ്ങൾ വെളിയിൽ വിട്ടിട്ടുണ്ട്. വളരെ സ്വാഗതാർഹമായ കാര്യങ്ങളാണ്. എനിക്ക് ആ ഓപ്പറേഷൻ തൂഫാന്റെ എന്താ പറഞ്ഞ ഡീറ്റെയിൽസ് ഞാൻ നോക്കുകയായിരുന്നു. ഞാൻ നിങ്ങളിലേക്കും കൂടി ആ ഡീറ്റെയിൽസ് എത്തിക്കാം. 10 കോടി വില പിടിക്കുന്ന വിലപിടിപ്പുള്ള മയക്കുമരുന്ന്, നിരോധിത പുകയില ഉൽപ്പന്നങ്ങളെല്ലാമാണ് പിടിച്ചിട്ടുള്ളത്. എന്റെ ഒരു കണക്ക് ഞാൻ പറയാം. 2575 കേസുകൾ രജിസ്റ്റർ ചെയ്തു. അത് 2778 പേരെ അറസ്റ്റ് ചെയ്തു. സൂപ്പർ. 1.589 kg of MDMA, 1.5 കിലോഗ്രാം MDMA, 146.459 കഞ്ചാവ്, സൂപ്പർ, 464.045 gram of hashish oil, 350.439 grams of brown sugar, 11 LSD stamps and 141 cannabis plants. ഇതെല്ലാം ഇന്റർനാഷണൽ മാർക്കറ്റിൽ വലിയ തോതിലുള്ള വിലയുള്ള നിരോധിത മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങളാണ് പോലീസ് പിടിച്ചെടുത്തിട്ടുള്ളത്. വളരെ സന്തോഷം തോന്നിയൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിൽ നമ്മൾ ജാതി, മത, രാഷ്ട്രീയ എല്ലാ വിഭാഗീയതയും മറന്ന് ഓപ്പറേഷൻ തൂഫാനെ അതിശക്തമായ രീതിയിൽ പിന്തുണയ്ക്കണം. കാരണം നമ്മുടെ കേരളത്തിന് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. കേരളം വളരെ കാത്തിരുന്നൊരു കാര്യമാണ്. ചർച്ചയിൽ പ്രധാനമായും അപ്പോൾ കേന്ദ്ര ഏജൻസികളടക്കം വലിയ രീതിയിൽ പിന്തുണയാണ് ഓപ്പറേഷൻ തൂഫാൻ കൊടുക്കുന്നത്. കാര്യം നമ്മുടെ കേരളത്തെ ബാധിച്ചിരിക്കുന്ന, ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളെ ബാധിച്ചിരിക്കുന്ന വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യേണ്ടതും മറ്റും നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഇനിയും ഇത് പല ഘട്ടങ്ങളായിട്ടാണ്. ശ്രീ രമേശ് ചെന്നിത്തല പറയുന്ന ഈ പോയിന്റും വളരെ പ്രസക്തമാണ്. സിനിമയിലെ കാരവനുകളിൽ പലപ്പോഴും നമ്മുടെ യുവതലമുറ ഡ്രഗ്സും മറ്റും ഉപയോഗിക്കുന്നു എന്ന് വ്യാപകമായി കംപ്ലൈന്റ്സ് ഉണ്ട്. ഒന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ, ഏത് കാരവാനാണെങ്കിലും ഇതിന്റെ ഉപയോഗം ഉണ്ടെങ്കിൽ അവിടെ പോലീസ് പരിശോധിക്കും. ഏത് ബോട്ടിലാണെങ്കിലും ഇതുകൊണ്ട് പരിശോധിക്കും. DJ പാർട്ടികൾ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ പരിശോധിക്കും. 5 സ്റ്റാർ ഹോട്ടലുകൾ ഇത് സെല്ല് ചെയ്യുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നുണ്ട് അവിടെ പരിശോധിക്കും. ഇതിന് ആ ഓപ്പറേഷൻ തുഫാൻ ഇതൊന്നും ഒരു ബാരിയേഴ്സ് അല്ല, അതെല്ലാം ചെയ്യും. അതുകൊണ്ടാണ് ആദ്യമേ നമ്മൾ ആവശ്യപ്പെട്ട് എല്ലാവരും ഇതിൽ നിന്ന് പിന്മാറണമെന്ന്. കാരണം നമ്മള് കേരള പോലീസ്, കേരള ഗവൺമെന്റ് ഇത്ര വലിയ ദൗത്യം ആരംഭിച്ചപ്പോൾ അതിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അദ്ദേഹം വളരെ ഇഫക്റ്റീവ്ലി, അതായത് ഇത് യൂസ് ചെയ്യുന്നവരുടെ മനസ്സിൽ ഒരു ഭീതി ഉണ്ടാകണം, പേടി ഉണ്ടാകണം. അത് വളരെ ഇഫക്റ്റീവായിട്ട് അദ്ദേഹം ചെയ്യുന്നുണ്ട്. അത് വളരെ ആവശ്യമാണ്. ഓപ്പറേഷൻ തൂഫാന് പല ഘട്ടങ്ങളുണ്ട്. തൂഫാൻ സ്ട്രൈക്സ് ഉണ്ട്, തൂഫാൻ വാറിയേഴ്സ് ഉണ്ട്, തൂഫാൻ കെയർ ഉണ്ട്. അവിടെയാണ് ശ്രീ രമേശ് ചെന്നിത്തലാജിയുടെ സമഗ്രത കാണുന്നത്. അതായത് ആൾക്കാരെ ഹണ്ട് ചെയ്യുക മാത്രമല്ല, ഇതിൽ പെട്ടുപോയവർക്ക് തൂഫാന് കെയറും ഉണ്ടാവും. അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ, തിരിച്ചു കൊണ്ടുവരാൻ. അങ്ങനെ പെട്ടുപോയ ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് ഡ്രഗ്സിനെ വെച്ച് ലാഭമുണ്ടാക്കുകയും കാശ് കൊടുക്കുകയും ഒക്കെ, അല്ലെങ്കിൽ കാശുണ്ടാക്കുകയും ചെയ്യുന്ന വ്യക്തികളുണ്ട്. അവർക്ക് ശക്തമായ ശിക്ഷ വേണം. പക്ഷേ ഇതിൽ പെട്ടുപോകുന്ന സാധാരണക്കാരുണ്ട്, പാവപ്പെട്ടവരുണ്ട്. അവരെ കൂടി രക്ഷിക്കണം. നമ്മുടെ യുവതലമുറയെ ചിലപ്പോൾ ആ പ്രായത്തിൽ വഴിതെറ്റി പോകുന്നവരുണ്ട്. അവരെ രക്ഷിക്കാനാണ് നോക്കേണ്ടത്, ശിക്ഷിക്കാനല്ല. ശിക്ഷ, നിയമപരമായ ശിക്ഷ കിട്ടണം, പക്ഷേ അവർക്ക് സമൂഹത്തിൽ രക്ഷ കൊടുക്കണം. അത്തരം രക്ഷാപ്രവർത്തനങ്ങൾ പോസിറ്റീവായ, മറ്റേ പിണറായി വിജയൻ സഖാവിന്റെ രക്ഷാപ്രവർത്തനങ്ങളല്ല, നല്ല രക്ഷാപ്രവർത്തനങ്ങളിലൂടെ ഓപ്പറേഷൻ തൂഫാൻ കുതിച്ചുയരുന്നത് വളരെ പോസിറ്റീവാണ്. ലാലേട്ടനും വലിയ സന്തോഷവും സ്നേഹവും. ലാലേട്ടന്റെ വിശ്വശാന്തി ഫൗണ്ടേഷൻ അതിശക്തമായി ഓപ്പറേഷൻ തൂഫാനുമായിട്ട് സഹകരിക്കുമെന്ന് ശ്രീ രമേശ് ചെന്നിത്തല പറയുകയുണ്ടായി. ശ്രീ മോഹൻലാലിനെ കാണുകയുണ്ടായി. കൂടുതൽ ആൾക്കാർ അങ്ങനെ ഓപ്പറേഷൻ തൂഫാന്റെ വാറിയേഴ്സായി മാറട്ടെ. നമുക്കും നിങ്ങൾക്കും എല്ലാം അതിനെ പിന്തുണയ്ക്കാം, അതിനെ പ്രൊമോട്ട് ചെയ്യാം, പ്രോത്സാഹിപ്പിക്കാം. കാര്യം മയക്കുമരുന്നുകൾക്കെതിരെയുള്ള ഒരു യുദ്ധമാണ്. ആ യുദ്ധം നമ്മൾ വിജയിക്കേണ്ടിയിരിക്കും.